ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ആൻഡ് ഇറ്റ് സൊല്യൂഷൻസ് ആണ്. സോ ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതൊരു കോഡ് സെഗ്മെൻ്റ് ആണ്. നമ്മളുടെ പല പ്രോസസ്സുകൾ, ഇപ്പോൾ സെയിം ടൈമിൽ മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ ഷെയർഡ് വേരിയബിൾ ആക്സസ് ചെയ്യുന്ന ഒരു സ്പെസിഫൈഡ് കോഡ് സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. സോ അതൊരു ആറ്റോമിക് ആക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് എന്തെങ്കിലും ചെറിയൊരു ആക്ഷൻ അതായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ എല്ലാവരും അത് ആക്സസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പലപ്പോഴും ക്രിട്ടിക്കൽ സെക്ഷൻ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് കോപ്പറേറ്റിംഗ് പ്രോസസ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഓൺലി വൺ പ്രോസസ് മസ്റ്റ് എക്സിക്യൂട്ട് ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ നമുക്ക് അത്തരം കോൺഫ്ലിക്റ്റ് ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമയത്ത് ഒരു പ്രോസസ്സ് മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് എനി അതർ പ്രോസസ് ഓൾസോ വാണ്ട് ടു എക്സിക്യൂട്ട് ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇറ്റ് മസ്റ്റ് വെയിറ്റ് അണ്ടിൽ ദ ഫസ്റ്റ് വൺ ഫിനിഷ്. ഇനി ബാക്കിയുള്ള പ്രോസസ്സുകൾക്കൊക്കെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് വേണമെന്നാണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുന്നവരെ അവർ വെയിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ആയി പോകുള്ളൂ. സോ ഇത് ജസ്റ്റ് എങ്ങനെയാണ് ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള എൻട്രി എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഡു then entry section control the entry into critical section and get a lock on the required resources. ഇവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു ലോക്ക് ഇടും. ആ ലോക്ക് ഇടുന്നതോടുകൂടി ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് അതിലേക്കുള്ള ആക്സസിങ് ലോക്ക്ഡായി പോവും. എന്നിട്ട് എൻട്രി സെക്ഷൻ കഴിഞ്ഞാൽ ആർക്കാണ് പെർമിഷൻ കിട്ടിയിട്ടുള്ളത് അവർ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അവർ എക്സിറ്റ് അടിക്കും. എക്സിറ്റ് അടിക്കുന്നതോട് കൂടി ആ ലോക്ക് റിമൂവ് ചെയ്യുകയും നെക്സ്റ്റ് ഏത് പ്രോസസ്സിനാണോ സീക്വൻഷ്യൽ ഓർഡറിൽ ചാൻസ് ഉള്ളത് അവർക്കുള്ള ചാൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ റിമൈൻഡർ സെക്ഷൻ, റെസ്റ്റ് ഓഫ് ദ സെക്ഷൻ വൈൽ ട്രൂ. അത് ജസ്റ്റ് ഒരു കോഡിൻ്റെ ഒരു പാർട്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്രിട്ടിക്കൽ സെക്ഷൻ്റെ ഒരു ഏരിയ ജസ്റ്റ് എൻട്രി സെക്ഷനും എക്സിറ്റ് സെക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇതിനകത്ത് എൻട്രി സെക്ഷൻ, ഇൻ ദിസ് സെക്ഷൻ മെയിൻലി ദ പ്രോസസ് റിക്വസ്റ്റ് ഫോർ ഇറ്റ്സ് എൻട്രി ഇൻ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. എൻട്രി സെക്ഷനിലാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള റിക്വസ്റ്റ് പ്രോസസ്സുകൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. എക്സിറ്റ് സെക്ഷൻ, ദിസ് സെക്ഷൻ ഈസ് ഫോളോഡ് ബൈ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ക്രിട്ടിക്കൽ സെക്ഷന് ശേഷമുള്ള സെക്ഷനാണ് എക്സിറ്റ്. അവിടെയാണ് നമ്മൾ ആ ലോക്ക് റിമൂവ് ചെയ്യുകയും ബാക്കിയുള്ളവർക്കുള്ള ചാൻസ് പ്രൊവൈഡ് ചെയ്യുകയും റിമൈൻഡർ സെക്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി എന്താണ് നമ്മളുടെ ക്രിട്ടിക്കൽ സെക്ഷനുള്ള സൊല്യൂഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രോസസ് സിങ്കണൈസേഷൻ സോ ദാറ്റ് ദ പ്രോബ്ലം മസ്റ്റ് ബി സോൾവ്. ക്രിട്ടിക്കൽ സെക്ഷന് പ്രോസസ് സിങ്കണൈസേഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. സോ ക്രിട്ടിക്കൽ സെക്ഷൻ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? നമ്മൾ സോൾവ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പീറ്റേഴ്സൺ സൊല്യൂഷൻസ് ആണ്. പീറ്റേഴ്സൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിഗ്രിക്കോ പഠിച്ചിട്ടുണ്ടാകും. അതൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ്. ഒരു സെറ്റ് ഓഫ് കോഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് വൈഡ്ലി യൂസർ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ടു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് പീറ്റേഴ്സൺ സൊല്യൂഷൻസ്. Peterson solution was developed by computer scientist Peterson. That's why it is named. So ഈ പീറ്റർസൺ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് പീറ്റർസൺ. അതുകൊണ്ടാണ് അതിന് ആ പേരത് വന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സൊല്യൂഷൻ വെനെവർ എ പ്രോസസ് എക്സിക്യൂട്ട് ഇൻ ആൻ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ദെൻ അതർ പ്രോസസ് ഓൺലി എക്സിക്യൂട്ട് ദ റെസ്റ്റ് ഓഫ് ദ കോഡ്. അതായത് ഒരാൾ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റേ ആൾ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കണം. വൈറ്റ് വേഴ്സ ക്യാൻ ആപ്പൺ. അതേപോലെ തിരിച്ചും മറ്റേ ആൾ ചെയ്യുമ്പോൾ ഇയാൾ വെയിറ്റ് ചെയ്തിരിക്കണം. This method also helps to make sure the things that only a single process can run in the critical section at the specific time. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരാൾ മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ എന്ന് എൻഷുർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പീറ്റേഴ്സൺ സൊല്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പീറ്റേഴ്സൺ അൽഗോരിതം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ P1 ഉണ്ട്, P2 ഉണ്ട്, രണ്ട് പ്രോസസ്സുകളുണ്ട്. സോ ഫസ്റ്റ് P1ലേക്ക് നോക്കൂ. ഫ്ലാഗ് 1 ഈക്വൽ ടു ട്രൂ. ഫ്ലാഗ് 1 ട്രൂ ആണ്. ടേൺ ഈക്വൽ ടു 2. നമ്മളിവിടെ ഫ്ലാഗ് 1 ട്രൂ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രോസസ് 1 ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ്, ഈ ഒരു പീറ്റേഴ്സൺസ് അൽഗോരിതത്തിൽ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ പ്രോസസ് 1നകത്ത് പ്രോസസ് 2നാണ് നമ്മൾ ചാൻസ് കൊടുക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഫ്ലാഗ് 1 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ടേൺ 2 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടേൺ 2 എന്ന് മീൻ ചെയ്യുന്നത് നമ്മൾ ഈ പ്രോസസ് 2നാണ് നമ്മളിവിടെ ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ P1 വെയിറ്റിങ്ങിലാണ്, P2 വെയിറ്റിലാണെങ്കിൽ രണ്ട് പേർക്ക് കിട്ടിയാലും ക്രിട്ടിക്കൽ സെക്ഷൻ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് പേരും എന്നുള്ളതിൽ നമ്മൾ ആദ്യം P1 കൺസിഡർ ചെയ്തു. അത് ട്രൂ ആണെങ്കിൽ നമ്മളിവിടെ കൊടുത്തത് ടേൺ 2 ആണ്. അതായത് ഇയാൾക്കുള്ള ടേൺ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തു വൈൽ ഫ്ലാഗ് 2 ആൻഡ് ടേൺ ഈക്വൽ ടു 2 രണ്ടും ഇത് ട്രൂ ആണ് ഇതും ട്രൂ ആണ് എങ്കിൽ ആര് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് വരണം? ഈ P2നെ. അതായത് ഈ P1നകത്ത് നമ്മൾ P2നെയാണ് കോൾ ചെയ്യുന്നത്, അല്ലാതെ P1 എക്സിക്യൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്.
നോർമലി ഒരു പ്രോസസ്സിനകത്ത് ആ പ്രോസസ്സിനല്ലേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ പീറ്റേഴ്സൺസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഇയാളെയാണ് അവർ കോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് ഒഴിവാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോജിക്കൽ സോഫ്റ്റ്വെയർ മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലാഗ് ടൂവും ടേൺ ടൂവും ചെക്ക് ചെയ്തു. എന്നിട്ട് ഇയാളുടെ ക്രിട്ടിക്കൽ സെക്ഷൻ പോയിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഫ്ലാഗ് 1 ഫാൾസ് ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ റിമൈൻഡർ സെക്ഷൻ ചെയ്തു. അതായത് ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ആ ക്രിട്ടിക്കൽ സെക്ഷൻ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ വരുന്ന റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ P2 ആണ്, പ്രോസസ് 2 ആണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്ലാഗ് 2 ട്രൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ നമ്മളവിടെ ടേൺ 1 ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. വൈൽ ഫ്ലാഗ് 1 ആൻഡ് ടേൺ 1 ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ, ഈ P1ൻ്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ആവും. അതിനുശേഷം ഫ്ലാഗ് 2 ഫാൾസ് ആവും. അതോടുകൂടി അതും കംപ്ലീറ്റ് ആവും. അതായത് ഓരോ പ്രോസസ്സും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നെക്സ്റ്റ് ഉള്ള ആളുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും സ്വന്തം കാര്യം ചെയ്യുമ്പോഴാണല്ലോ കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് വരിക. ഇവിടെ പകരം ഇതിനകത്ത് കോൾ ചെയ്യുന്ന മറ്റേ ആളെ ആയതുകൊണ്ട് ഒരിക്കലും ആ ഒരു കോൺഫ്ലിക്റ്റ് ഇഷ്യൂസ് വരാതെ സോൾവ് ചെയ്യാമെന്നാണ് പീറ്റേഴ്സൺസ് അൽഗോരിതത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പീറ്റേഴ്സൺസിനകത്ത് പറയുന്നതൊരു സോഫ്റ്റ്വെയർ ടെക്നിക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും PPT ഒക്കെ പീറ്റേഴ്സൺസിൻ്റെ തരാം. എത്രയും PPTs അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് കണ്ടൻറ്റ് അത്രയും കൂടും. നമുക്കിനി സിലബസ് നോക്കിയിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ തരാം. സംഭവം സിമ്പിളാണ്, സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് എന്നൊക്കെയെങ്കിലും വേണമെങ്കിൽ ഇതും ഒരു എസ്സേക്കുള്ള കണ്ടൻറ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ നോക്കാം സിലബസ് എത്രത്തോളം കവർ ചെയ്ത് പോകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിട്ടിക്കൽ സെക്ഷൻ, നമ്മളിപ്പോൾ പീറ്റേഴ്സൺസിൽ പറഞ്ഞാൽ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഹാർഡ്വെയർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്. മെനി സിസ്റ്റം പ്രൊവൈഡ് ഹാർഡ്വെയർ സപ്പോർട്ട് ഫോർ ക്രിട്ടിക്കൽ സെക്ഷൻ കോഡ്. പല സിസ്റ്റംസും ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിട്ടിക്കൽ സെക്ഷൻ കോഡിന് വേണ്ടിയിട്ട്. ദ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം കുഡ് ബി സോൾവ് ഈസിലി ഇൻ എ സിംഗിൾ പ്രോസസർ എൻവയോൺമെൻറ്റ് ഇഫ് യു കുഡ് ഡിസലൗഡ് ഇൻ്ററപ്റ്റ് ടു ഒക്കർ വൈൽ എ ഷെയർഡ് വേരിയബിൾ ഓർ റിസോഴ്സ് ബീങ് മോഡിഫൈഡ്. നമുക്കൊരു ഷെയർഡ് വേരിയബിളോ റിസോഴ്സൊക്കെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ എന്താണ് ഇത്തരം ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇൻ്ററപ്റ്റ്സിനെ ഡിസലോ ചെയ്യണം. അതായത് ഇൻ്ററപ്റ്റ്സൊക്കെ അവിടെ ഒഴിവാക്കി കൊടുത്താൽ ചെയ്യുന്ന ആൾക്ക് മോഡിഫിക്കേഷൻ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് മാനർ വി കുഡ് ബി ഷുവർ ദാറ്റ് ദ കറൻറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ വുഡ് ബി അലൗഡ് ടു എക്സിക്യൂട്ട് ഇൻ ഓർഡർ വിത്തൗട്ട് പ്രിയംഷൻ ഇഷ്യൂസ് ഒന്നും വരാതെ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ദിസ് സൊല്യൂഷൻ ഈസ് നോട്ട് ഫീസിബിൾ ഇൻ എ മൾട്ടി പ്രോസസർ എൻവയോൺമെൻറ്റ്. വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു മെത്തേഡ്, ഈ ഹാർഡ്വെയർ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്ററപ്റ്റിനെ ഡിസലോ ചെയ്യുക, പ്രിയംഷൻ ഒഴിവാക്കുക എന്നൊക്കെയുള്ള ഈ ഒരു മെത്തേഡ് മൾട്ടി പ്രോസസർ എൻവയോൺമെൻറ്റിൽ അത്ര ഫീസിബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. Disabling interrupt on a multiprocessor environment can be time consuming as the message is passed to all the processors. നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മൾട്ടി പ്രോസസർ എൻവയോൺമെൻറ്റിനകത്ത് ഇൻ്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യുമ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് ആയിട്ട് മാറും. കാരണം എല്ലാ പ്രോസസ്സേഴ്സിനും മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ടൈം കൺസ്യൂമിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതൊരു ഫ്ലോപ്പായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് മെസ്സേജ് ട്രാൻസ്മിഷൻ ലാഗ് ഡിലേ ദ എൻട്രി ഓഫ് ത്രെഡ്സ് ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് ദ സിസ്റ്റം എഫിഷ്യൻസി ഡിക്രീസ്. മാത്രമല്ല ഈ മെസ്സേജ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രോസസ്സ് ഇനി ക്രിട്ടിക്കൽ സെക്ഷനിലൊന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എങ്കിലും ത്രെഡ്സിന് എൻട്രി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസിനെ ഡിക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു സെക്ഷൻ ഫ്രീ ആയി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, വേറൊരാൾക്ക് അവിടെ ചാൻസ് കൊടുക്കണം. അപ്പോൾ പ്രോസസ്സുകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ ത്രെഡ്സിന് ചാൻസ് കൊടുക്കേണ്ടി വരും. സോ ആ ത്രെഡ്സിനുള്ള ചാൻസ് അവിടെ കൊടുക്കാൻ കഴിയാതെ പോകുന്നതോടുകൂടി അവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നൊരവസ്ഥ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കൊണ്ടുവരണം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ നോട്ട് ഇതിൻ്റെ കൂടെ അതും കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകുന്നു കരുതി തരാതിരുന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെക്ചർ നോട്ട് എഴുതിക്കോളൂ. റിക്വയർമെൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷനാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ടൈമിൽ ഒരു പ്രോസസ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് കേസ്. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് റിക്വയർമെൻറ്റ് അതാണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ വേണം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ്സിംഗ് ആണ്. പ്രോഗ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു മൊമെൻറ്റിൽ ഒരു പ്രോസസ്സുകളും പെർഫോം ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ മെസ്സേജ് പാസിങ്ങിനൊക്കെ സപ്പോസ് പോവുകയാണെങ്കിൽ ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂഷനൊന്നും നടക്കുന്നില്ല എങ്കിൽ, അപ്പോൾ പ്രോസസ്സൊന്നും നടക്കുന്നില്ല എങ്കിൽ പ്രോസസ്സിനൊന്നും അപ്പോൾ ഒന്നും ആവശ്യമില്ല എങ്കിൽ
ത്രെഡ്സിന് നമ്മൾ ചാൻസ് കൊടുക്കണം. അപ്പോൾ മാക്സിമം യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ത്രെഡ്സിന് ചാൻസ് കൊടുക്കണം. അപ്പോൾ കുറേ ത്രെഡ്സ് റിക്വസ്റ്റ് വരും. അപ്പോൾ അതിനകത്തുള്ള ത്രെഡ്സിന് ആദ്യം കൊടുക്കും, പിന്നെ നെക്സ്റ്റ് ത്രെഡ്സിന് എന്നുള്ള രീതിയിൽ ചാൻസ് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് പ്രോഗ്രസിങ് കൊണ്ട് റിക്വയർമെൻ്റ് ആയിട്ട് മീൻ ചെയ്യുന്നത്. മൂന്നാമത്തെ റിക്വയർമെൻ്റ് ആണ് ബൗണ്ടഡ് വെയിറ്റിംഗ് ആണ്. അതായത് ഒരാൾ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർ വെയിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ടൈമിൽ വോയിസ് വേഴ്സ് ആയിട്ട് എന്തായിരിക്കും, നെക്സ്റ്റ് ആൾ ചെയ്യും, അപ്പോൾ ഇയാൾ വെയിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ബൗണ്ടഡ് വെയിറ്റിങ്ങും ചെയ്യണം. ഇത്ര റിക്വയർമെൻറ്റ്സൊക്കെ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്കുള്ളതാണ്. പിന്നെ അതാണ് ആദ്യം ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ മെസ്സേജ് ട്രാൻസ്മിഷൻ നടക്കുമ്പോഴാണ് ഈ ത്രെഡ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഈ ത്രെഡ്സ് എങ്ങനെ ഇതിൻ്റെ ഇടയിൽ കയറിയെന്ന് തോന്നും. അപ്പോൾ ആക്ച്വലി റിക്വയർമെൻറ്റ് ആയിട്ട് ത്രെഡ്സിന് നമ്മൾ ചാൻസ് കൊടുക്കും. മാക്സിമം യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രോസസ്സൊന്നും നടക്കുന്നില്ലെങ്കിൽ ത്രെഡ്സ് എക്സിക്യൂട്ട് ചെയ്തോട്ടെ എന്നുള്ളൊരു ചാൻസ് കൊടുക്കും. പക്ഷേ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഇൻറ്ററപ്റ്റ് ഡിസേബിൾ ചെയ്തു, അതുകൊണ്ട് എന്ത് ചെയ്തു, ത്രെഡ്സിനും ചാൻസ് കിട്ടില്ല. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ശരിക്കും മാക്സിമം യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് ത്രെഡ്സിന് ചാൻസ് കൊടുക്കണം. പക്ഷേ ഹാർഡ്വെയർ സപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻറ്ററപ്റ്റിനെ നമ്മൾ ഡിസേബിൾ ചെയ്തു. അപ്പോൾ ഒരാൾക്ക് അതിൻ്റെ അടിയിൽ കയറിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രിയംഷനൊന്നും നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ത്രെഡ്സിന് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് പോയി, അതോടുകൂടി എഫിഷ്യൻസി കുറഞ്ഞു. അപ്പോൾ ഈ ഹാർഡ്വെയർ സിങ്ക്രണൈസേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള വലിയൊരു പ്രശ്നം അതാണ്, നമ്മൾ ഉദ്ദേശിച്ച ആ പ്രോഗ്രസിങ്ങോ അല്ലെങ്കിൽ ആ ത്രെഡ് എക്സിക്യൂഷനൊന്നും നടക്കാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ വെച്ചിട്ട് നോട്ട് എഴുതിക്കോട്ടെ എക്സാമിന്. ഞാനിപ്പോൾ നോട്ട് തരേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ത്രെഡ് ആണ് വേർഡ് ഇവിടെ വന്നപ്പോൾ നിങ്ങളത് എങ്ങനെയെന്ന് കൺഫ്യൂസ്ഡായി പോകും എഴുതിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ മ്യൂടെക്സ് ലോക്കാണ്. ആസ് ദ സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ സൊല്യൂഷൻ ഈസ് നോട്ട് ഈസി ടു ഇംപ്ലിമെൻറ്റ് ഫോർ എവറി വൺ, എ സ്ട്രിക്റ്റ് സോഫ്റ്റ്വെയർ അപ്രോച്ച് കോൾഡ് മ്യൂടെക്സ് ലോക്ക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മളിപ്പോൾ സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ പറഞ്ഞപ്പോൾ അതിനകത്ത് കുറേ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. ഒന്ന്, പ്രിയംഷൻ പറ്റാത്ത ഇഷ്യൂ പലപ്പോഴും പ്രശ്നമാണ്. ഇൻ്ററപ്റ്റ് ഒന്നും പറ്റുന്നില്ല എങ്കിൽ പലപ്പോഴും ത്രെഡ്സ് എക്സിക്യൂഷനൊന്നും നടക്കില്ല. അതേപോലെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വരുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് പാസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് വരും. അതൊക്കെ നിങ്ങൾക്ക് തന്നെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. നമ്മളത് അത്രയും ഡെപ്തിൽ നോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രഡക്ഷൻ സെക്ഷനിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിന്നെയും നോട്ട്സ് എഴുതാൻ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊക്കെ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ സിങ്ക്രണൈസേഷൻ ഹാർഡ്വെയർ സൊല്യൂഷന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്രോച്ച് കൊണ്ടുവന്നു. മ്യൂടെക്സ് ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. In this approach, in the entry section code, a lock is acquired over the critical resources modified and used inside the critical section, and in the exit section, a lock is released. ഇതാണ് ജസ്റ്റ് ഒരു ലോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ലോക്കായിരിക്കും. അതായത് ക്രിട്ടിക്കൽ റിസോഴ്സസ് ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണം. അപ്പോൾ റിസോഴ്സസിനെ ഒന്നും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാതെ വരും. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മറ്റേത് റിസോഴ്സസിന് ആ ടൈമിൽ നമ്മളിവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ നടക്കുമ്പോൾ റിസോഴ്സിന് വേറെ ആരെങ്കിലും ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യല്ലേ ചെയ്യുക, അതും കൂടെ നമ്മളിവിടെ ലോക്ക് ചെയ്യും. അതാണ് മ്യൂടെക്സ് ലോക്കിൽ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോക്ക് റിലീസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ആൾക്ക് ലോക്ക് കിട്ടും. നെക്സ്റ്റ് ആൾ ചെയ്യുമ്പോൾ റിസോഴ്സൊക്കെ അങ്ങോട്ട് ലോക്ക് ചെയ്തിടും. അവരുടെ ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും ലോക്ക് റിലീസ് ചെയ്യും. അതാണ് മ്യൂടെക്സ് ലോക്കിൽ നടക്കുന്നത്. ഒന്നുകൂടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്രോച്ചാണ് എന്ന് മാത്രം. As the resource is logged while the process executes its critical section, hence no other process can access it. നമ്മൾ ഇവിടെ റിസോഴ്സസിനെ തന്നെ കയറി ലോക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു ടീമിനൊന്നും പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ റിസോഴ്സിനെ ഒന്ന് ആക്സസ് ചെയ്തിട്ട് പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഷോർട്ടാക്കി തന്നാണ്, നിങ്ങൾക്ക് നോട്ട് അത്രയും വരുന്നതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ച് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. എക്സാമിന് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം കേട്ടോ. So, okay, thank you so much.